ഞാൻ ഒന്നാമതായിട്ട് അഭിലാഷ് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമതായിട്ട് രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ പ്രസംഗം അത് സമ്പൂർണ്ണമായിരുന്നു, സമഗ്രമായിരുന്നു. അത് അത്ര സമ്പൂർണ്ണമാകേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ചില ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ എത്രമാത്രം അത് ഫലവത്തായിരുന്നു എന്നുള്ളതിന് മറ്റൊരു തെളിവ് ആവശ്യമില്ല. എല്ലാ BJP നേതാക്കളും പ്രധാന മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇരിപ്പിടം വിട്ട് അവര് എല്ലാ സംയമന ഭാഷയും വെടിഞ്ഞങ്ങ് വികാരം ഒക്കെ അണപൊട്ടി ഒഴുകി അവരങ്ങ് അപക്വമതികളായത് അവരാണ് എന്ന് ഇതൊക്കെ കണ്ട ആളുകൾക്കറിയാം. രാഹുൽ ഗാന്ധി വളരെ സമചിത്തതയോടുകൂടി സംയമനത്തോടുകൂടി ഒരു തരത്തിലുള്ള വികാരാവേശവും ഇല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളും വളരെ സരളമായിട്ടാണ് അവതരിപ്പിച്ചത്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു അർദ്ധാവസരം അവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന്. അർദ്ധാവസരം പോയിട്ട് ഒരു ക്വാർട്ടർ പെർസെൻറ്റേജിന് പോലും സാഹചര്യമില്ലാത്ത ഒരു ശൂന്യാവസരത്തെയാണ് അവർ കളവിലൂടെ മുതലെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞല്ലോ, പിന്നെ ഹിന്ദു അല്ലെങ്കിൽ നഫ്രത്ത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറെ പറയുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കിൻ്റെ തന്നെ അർത്ഥം പദാനുപദം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും രാഹുൽ ഗാന്ധി പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വല്ല വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചു തന്നാൽ കൊള്ളാം. അതൊന്ന് ഫാക്ട് ചെക്ക് നടത്തിയാൽ അറിയാം BJPയുടെ സോഷ്യൽ മീഡിയ ഫാക്ടറിയൊക്കെ ഇതിനോടകം വല്ല വ്യാജനമൊക്കെ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന്. हिंदू को नफरत नहीं कर सकता, हिंदू को हिंसा नहीं कर सकता എന്നൊക്കെ പച്ചക്ക് ഹിന്ദു മതവിശ്വാസത്തെയും ധർമ്മത്തെയും ഉയർത്തി സംസാരിക്കുകയും രാമക നാം ബദ്നാം നാക്കരോ എന്ന് പണ്ട് ദേവാനന്ദൻ്റെ സിനിമയെ പാടിയ മാതിരി നിങ്ങൾ രാമനെയും ഹിന്ദു മതത്തെയും ഒന്നും അവഹേളിക്കരുത്, നിങ്ങൾ അതിനെ പരിഹസിച്ച് ഇല്ലാതാക്കരുത്, നിങ്ങളൊന്നും ഹിന്ദുവാണ്, പൂർണ്ണമായി ഹിന്ദു മതത്തിൻ്റെ അവകാശികളാണ് എന്ന വാദം ഞങ്ങൾക്കില്ല എന്നൊക്കെ അദ്ദേഹം വളരെ സമഗ്രമായിട്ട് നരേന്ദ്രമോദിയുടെ ഒബ്ജക്ഷനൊക്കെ മറുപടി നൽകിയൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അഭിലാഷൻ, ഞാൻ ഒരു കാര്യം ഇതിനകത്ത് വളരെ പ്രസക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, 1950കളിലും ഒരു റായ്ബറേലിയിൽ ഒരു MP ഉണ്ടായിരുന്നു, ഫിറോസ് ഗാന്ധി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. 58-ൽ അദ്ദേഹം LIC ഓഹരി പർച്ചേസ് ചെയ്തതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ട്രഷറി ബെഞ്ച് അംഗമാണ് ഫിറോസ് ഗാന്ധി. അന്ന് ജവഹർലാൽ നെഹ്റു ജസ്റ്റിസ് ചഗ്ലയെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. 21 ദിവസം കൊണ്ട് ജസ്റ്റിസ് ചഗ്ല അന്വേഷിച്ചു. ഇവിടുത്തെ ഹരിദാസ് മുന്ദ്ര എന്ന അക്കാലത്തെ ഏറ്റവും വലിയ ഓഹരി രംഗത്ത് വിദഗ്ധനും ശതകോടീശ്വരൻ എന്ന് ഇന്ന് വിശേഷിപ്പിക്ക തരത്തിൽ അന്ന് വലിപ്പം ഉണ്ടായിരുന്ന ആളെ ഡൽഹി ക്ലാരിഡ്ജ് ഹോട്ടൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയത്. അന്ന് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി TT കൃഷ്ണമാചാരി രാജിവെക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഉത്കൃഷ്ടമായ ജനാധിപത്യ മാതൃക ഈ രാജ്യം ആദ്യ ചുവടുകൾ വെച്ച ബാലാരിഷ്ടതയുടെ നാളുകളിൽ പ്രകടിപ്പിച്ചൊരു രാജ്യം, അതിന്ന് 70-75 വർഷം പിന്നിട്ട് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? ട്രഷറി ബെഞ്ചിൽ നിന്ന് ആരെങ്കിലും ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു വാചകം പറയോ? അതിൻ്റെ പേരിൽ ഒരു ജഡ്ജിയെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുമോ? ആ ജഡ്ജിക്ക് നിഷ്പക്ഷമായി അന്വേഷിക്കാനുള്ള ധൈര്യം ഇന്നത്തെ ഇന്ത്യയിലുണ്ടോ? അത് കണ്ടിട്ടൊരു നിർമ്മല സീതാരാമൻ രാജിവെക്കുമോ? അഭിലാഷ, ഇതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഉദാത്ത മൂല്യങ്ങൾ, അതിന്റെ പാരമ്പര്യത്തേക്ക് പ്രകാശവർഷങ്ങളുടെ അകലേക്ക് കൊണ്ടുപോയി അധപ്പതിച്ച ഒരു കൂട്ടരാണ് ഇവര്. 140ഓളം MP കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് എല്ലാ ബില്ലുകളും മിനിറ്റുകളുടെ ചർച്ച കൊണ്ട് പാസാക്കി നമ്മുടെ ജനാധിപത്യത്തെ അറുകൊല ചെയ്തതിന്റെ പാപക്കറയും രക്തക്കറയുമാണ് ഓം ബിർളയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ കയ്യിൽ പുരണ്ടിട്ടുള്ളത്. ഇന്ന് ഒരു ഉജ്ജ്വല പ്രതിപക്ഷം ഈ രാജ്യത്തുണ്ട്. അവരതിന്റെ പടയോട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇവർക്ക് മുട്ടുവിറക്കും, ഇവർക്ക് നാവ് ശബ്ദിക്കാൻ പറ്റാത്തവണ്ണം ഉലഞ്ഞു പോകും. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാനിരിക്കുന്നുള്ള അഭിലാഷേ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു അശ്വമേധമാണ് ഇവിടെ തുടങ്ങി വെച്ചത്. എതിർക്കാൻ ആരുണ്ട് എന്ന വെല്ലുവിളിയാണ് മുഴങ്ങുന്നത്. ജനാധിപത്യപരമായി എതിർക്കാൻ, അല്ലാത്ത ഹിംസാത്മകതയുടെ ഭാഷയല്ല. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം അഭിലാഷ്. ശരി, ഓക്കെ.